വൈപ്പിൻ നിയോജക മണ്ഡലം MLA ഓഫീസ് ഔദ്യോഗികമായി പെരുമ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. This news brought to you by Kalpaga Weddings, North Parur. ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപെടുന്നതിനും മണ്ഡലം വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഏകോപിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച വൈപ്പിൻ നിയോജക മണ്ഡലം MLA ഓഫീസിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ നിർവഹിച്ചു. ഈ നിയോജകമണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയിൽ ഈ നിയോജകമണ്ഡലത്തിന്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട MLA ശ്രീ ടോണി ചെമ്മണിക്ക് ആ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്താൻ സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഓഫീസ് തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു MLA സംബന്ധിച്ചിടത്തോളം നിയോജകമണ്ഡലത്തില് നിരവധിയായ കാര്യങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയമാണ് ശ്രീ ടോണി ചെമ്മണി കൈവരിച്ചത്. ചടങ്ങിൽ ഹൈബീഡൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ദീപക് ജോയ്, മുൻ മന്ത്രി K. ബാബു, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, UDF വൈപ്പിൻ നിയോജക മണ്ഡലം ചെയർമാൻ VK ഇക്ബാൽ, പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AG സഹദേവൻ, വൈപ്പിൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AP ആന്റണി, DCC ജനറൽ സെക്രട്ടറി MJ ടോമി, JSS നേതാവ് രാജൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും നേരിട്ട് സ്വീകരിക്കുന്നതിനും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നതിനും പുതിയ ഓഫീസ് സഹായകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തുടർന്ന് UDF വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ MLA ടോണി ചെമ്മണിക്ക് സ്വീകരണവും നൽകി. ചടങ്ങിൽ മുൻ മന്ത്രി K. ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. INTUC ദേശീയ ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മോനമ്പം സന്തോഷ്, DCC വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാതിഷ് സത്യൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രേമ അനിൽകുമാർ എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. വൈപ്പിൻ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരുടെ സാന്നിധ്യം ചടങ്ങുകൾക്ക് ശ്രദ്ധേയത നൽകി. സ്വീകരണ സമ്മേളനത്തിന് ശേഷം പ്രവർത്തകർക്കായി സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. വൈപ്പിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് UDFന്റെ പൂർണ്ണ പിന്തുണ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, ഞാർക്കൽ.